Krishna's color key. Let's talk, let's chat, and let's enjoy. ഹായ് ഓൾ ഓഫ് യു. എൻ്റെ ഒരു പുതിയ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സോങ് കേൾക്കുകയുണ്ടായി. മാഘമാസ മല്ലികപ്പൂം കോർക്കും കാവിൽ. നല്ലൊരു ഗാനമാണ്. ഞാൻ പാടിക്കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, പാടാൻ അത്ര നല്ല പാട്ടുകാരിയല്ല ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. അപ്പം നിങ്ങളിത് സെർച്ച് ചെയ്ത് നോക്കൂ. മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ, ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. അപ്പം അതിൽ എന്താണ് ഈ മാഘമാസം? അതാണ് എൻ്റെ ചോദ്യം. ഇത് എഴുതിയിരിക്കുന്ന വയലാർ ശരത്ചന്ദ്രവർമ്മയാണ്. മാഘമാസം എന്താണെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. മാഘമാസം എന്ന് പറഞ്ഞാൽ മകരമാസം. ഇപ്പം മാഘമാസം എന്ന് പറഞ്ഞ സംഭവം നമ്മളാരും കേട്ടിട്ടില്ല അല്ലേ? മകരമാസത്തിനെയാണ് ഈ പറയുന്ന മാഘമാസം. അപ്പം അങ്ങനെ ഒരു പര്യായം കൂടെ ഉണ്ട്. പിന്നെ മറ്റൊരു ഗാനമുണ്ട്, ഇത് രമേശൻ നായർ എഴുതിയ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. എനിക്ക് ഏറ്റവും ഇപ്പോൾ കൃഷ്ണൻ്റെ ഒരു ഭക്തിഗാനം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സോങ് ഇതാണ്. അടിവാക ചാർത്തിൽ ഞാൻ ഉണർന്നു കണ്ണ. അപ്പം ഇത് എല്ലാവർക്കും ഫേമസ് ആയ സോങ്ങാണ്. കാര്യം നമ്മുടെ യേശുദാസ് പാടിയ സോങ്ങാണ്. അപ്പം അതിൽ ഒന്ന് രണ്ട് വരികൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒരു ജന്മം കായാവായി തീർന്നെങ്കിലും. അപ്പോൾ ഈ ഭാഗം കേൾക്കുമ്പോൾ പണ്ട് ഞാനും കുഞ്ഞിലൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ഒരു ജന്മം രാജാവായി തീർന്നെങ്കിലോ അങ്ങനെയാണോ എന്ന് വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ എഴുതുന്ന സമയത്താണ് ഒരുപാട് വാക്കുകളെക്കുറിച്ച് ഞാനും ചിന്തിക്കാറുമുണ്ട്. അതിൻ്റെ അർത്ഥങ്ങളും പര്യായങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴാണ് ഞാനിത് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നത്. ഒരു ജന്മം കായാവായി തീർന്നെങ്കിലും, അങ്ങനെ തന്നെയാണ് ആ പാട്ട്. അപ്പോൾ കായാവ് എന്ന് പറഞ്ഞാൽ കായാമ്പു പൂവില്ലേ, കായാമ്പു പൂവിൻ്റെ ചെടി, കുറ്റിച്ചെടീനെ പറയുന്ന പേരാണ് കായാവ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരെങ്കിലും അങ്ങനൊരു ചെടിയുടെ പേര് കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഒന്നുകൂടെ നിങ്ങൾ ആ പാട്ട് കേട്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാവും. Krishna's color key. Let's talk, let's chat, and let's enjoy.